കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട കേസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചർച്ചയായിട്ടുള്ള വാർത്തയാണ്. അതിൽ സംഘാടകർക്ക് ഉണ്ടായ പിഴവ് മൂലമാണ് ഉമാ തോമസ് MLAക്ക് അപകടം സംഭവിക്കുന്നത്. ഗുരുതരമായ നിലയിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരുന്ന ഘട്ടമുണ്ടായത്. ആ വാർത്തയിലെ വിവരങ്ങൾ എന്താണ്, പുതിയ അപ്ഡേറ്റ്സ് എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നിലവിൽ പരിശോധിച്ച ഈ മൃദംഗ വിഷൻ എന്ന സംഘാടകരാണ് പരിപാടി നടത്തിയത്. മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് വരികയാണ്. ആ അക്കൗണ്ടുകളിലൂടെ കൈമാറിയ പണം എത്രയാണ്, അതിൻ്റെ വിവരങ്ങൾ ഒക്കെ അറിയേണ്ടതുണ്ട്. ആ വാർത്തയിൽ ആരാണ്? നമുക്ക് ഉമേഷാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഉമേഷ്, ആദ്യഘട്ടം മുതൽ ഈ സംഭവം നടന്നതിന് ശേഷം സംഘാടകരുടെ മേൽ പല പഴികളും വിമർശനങ്ങളും വന്നിരുന്നു. അവരെ ചോദ്യം ചെയ്യുന്നു, മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിന് ശേഷം കസ്റ്റഡിയിലെടുക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. ഇത്തരം സംഭവവികാസങ്ങളൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഒക്കെ നടന്നിട്ടുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടിന്റെ പരിശോധന ഏതൊക്കെ വ്യാപ്തിയിലേക്ക് കടന്നിട്ടുണ്ട്? അതിൽ നിന്ന് ഇതുവരെ പോലീസിന് പ്രാഥമികമായി അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഈ വിമർശനങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളതുപോലെ കുട്ടികളുടെ കയ്യിൽ നിന്ന് പണപ്പിരിവ് നടത്തി സംഘാടകർ ആ പണം കയ്യിലൊതുക്കിയതിനു ശേഷം വേണ്ട സുരക്ഷ പോലും ഒരുക്കാതെയാണ് ആ പരിപാടി നടത്തിയത് എന്നാണോ? അന്ന, കാവ്യ, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ വേഗം തന്നെ പുരോഗമിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയിലൂടെയാണ് പോലീസ് ഇപ്പോൾ പോകുന്നത്. അത് ഈ സാമ്പത്തിക തട്ടിപ്പ് ഇതിന് പിന്നിൽ നടന്നു എന്നുള്ള വലിയ ആക്ഷേപമുണ്ടായിരുന്നു. ഈ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ചിലരുടെ രക്ഷിതാക്കൾ തന്നെ അത്തരം പരാതിയുമായി പോലീസിനെ സമീപിച്ചു. ആ പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെ വഞ്ചനാ കേസ് കൂടി ചുമത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയപ്പോൾ പോലീസ് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന പരിപാടിയുടെ സംഘാടകർ അവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുകയുണ്ടായി. ഇവരുടെ പേരിൽ 3 അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരക്കൗണ്ട് നിർജ്ജീവമാണ്. രണ്ടാമത്തെ അക്കൗണ്ടിലാണ് 38 ലക്ഷം രൂപ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. ഇത് ഉടൻ തന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ട് പോലീസ്. മൂന്നാമത്തെ അക്കൗണ്ട്, അതിൽ കാര്യമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുമില്ല. അപ്പോൾ കണ്ടെത്തിയ അക്കൗണ്ടിൽ, പണമുള്ള അക്കൗണ്ടിൽ 38 ലക്ഷം രൂപ മാത്രമാണുള്ളത്. പക്ഷേ അത്രയും തുക കണ്ടാൽ പോരാ എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. കാരണം കോടികൾ പിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. ഈ ഓരോരുത്തരിൽ നിന്നും 3600 രൂപ വെച്ചാണ് പിരിച്ചിട്ടുള്ളത്. അങ്ങനെ 12,000-ഓളം പേരുണ്ട്. ഇതിൽ ചിലരിൽ നിന്ന് 3500 മാത്രമല്ല, പലരിൽ നിന്നും 1000 രൂപ കൂടി അധികം 4500 രൂപ വരെയൊക്കെ പിരിച്ച ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ കോടികൾ ഇവർക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആ പണമൊക്കെ എവിടെ പോയി? 38 ലക്ഷം രൂപയ്ക്ക് പുറമെ മറ്റുള്ള പണമൊക്കെ എവിടെ പോയി എന്നുള്ളത് വലിയ ചോദ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇതുകൂടാതെ മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. ഇതെല്ലാം കൂടുതൽ അറിയണമെങ്കിൽ ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യണം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രധാന MD ആയ നികോഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് അയച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനായിരുന്നു പോലീസ് ഉദ്ദേശിച്ചത്. പക്ഷേ നികോഷ് കുമാറിന് ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ചു. പ്രാഥമികമായ ഒരു വാദം കേട്ട ശേഷം ഇടക്കാല ജാമ്യം നൽകുകയായിരുന്നു. ഈ ചൊവ്വാഴ്ച വരെ ആ ഇടക്കാല ജാമ്യം നിലവിലുണ്ട്. ചൊവ്വാഴ്ച വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിച്ച് ഒരുപക്ഷെ ജാമ്യം നിഷേധിച്ച് റിമാൻഡിൽ പോയാൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ, ഈ പറയുന്ന സംശയങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ആദായനികുതി വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സാമ്പത്തിക ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതേസമയം ഈ അപകടത്തിന് ഉമാ തോമസിനടക്കം ഗുരുതര പരിക്കേൽക്കാനിടയായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ എന്തൊക്കെ വീഴ്ചകളാണ് സംഭവിച്ചത് എന്ന തരത്തിലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഒപ്പം ഈ നികോഷ് കുമാറിനൊപ്പം ചോദ്യം ചെയ്യേണ്ടിയിരുന്ന ഒരാൾ PS ജനീഷാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഉടമയാണ്. പക്ഷേ ജനീഷ് നിലവിൽ തൃശ്ശൂരിൽ ചികിത്സയിലാണ് എന്നാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അക്കാര്യം പോലീസ് അന്വേഷിച്ച് അത് ശരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ജനീഷ് എന്നാണോ ആശുപത്രി വിടുന്നത് അന്ന് തന്നെ ജനീഷിനോട് ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇയാളെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരാണ് മുഖ്യ സംഘാടകർ എന്നുള്ള നിലയ്ക്ക് ഇവരിൽ നിന്ന് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടത്. അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ഊർജിത ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്.